ഏകദിന ക്രിക്കറ്റിൽ എതിർ ടീമിന്റെ പേടി സ്വപ്നമാകാൻ ഇനി സ്മിത്തില്ല. ബാറ്റിംഗ് ചെയ്യാനും പന്തെറിയാൻ നിൽക്കുമ്പോഴും സ്മിത്ത് എന്നും എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്മിത്ത് ആ പ്രഖ്യാപനം നടത്തി. ക്രിക്കറ്റ് ലോകത്തെ തീർത്തും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റീവ് സ്മിത്ത് വിരമിച്ചു. സെമിയിൽ ഇന്ത്യയോട് പരാജയപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സ്റ്റീവ്. അവസാന ഏകദിനത്തിൽ 73 റൺസ് നേടി ടീമിന്റെ ടോപ്പ് സ്കോറർ ആയതിനു ശേഷമാണ് സ്മിത്ത് 50 ഓവർ ക്രിക്കറ്റ് മതിയാക്കുന്നത്. ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്ന വിരമിക്കൽ പ്രഖ്യാപനം തന്നെയാണിത്. ഏകദിന ക്രിക്കറ്റ് മതിയാക്കിയെങ്കിലും ടെസ്റ്റിലും T20യിലും സ്മിത്ത് കളി തുടരും. ഫോമിൽ തുടരുന്ന ഒരു താരം എന്തുകൊണ്ട് പെട്ടെന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി എന്ന ചോദ്യം ക്രിക്കറ്റ് ലോകം ഉയർത്തുന്നുണ്ട്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായ സ്റ്റീവ് സ്മിത്ത് 2010 ഫെബ്രുവരിയിൽ വെസ്റ്റ് ഇൻഡീസിന് എതിരെ കളിച്ചുകൊണ്ടാണ് ഏകദിന കരിയർ തുടങ്ങുന്നത്. മൊത്തം 170 ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ ജേഴ്സി അണിഞ്ഞു. 43.28 ബാറ്റിംഗ് ശരാശരിയിൽ 5800 റൺസാണ് ഏകദിനത്തിൽ താരത്തിന്റെ സമ്പാദ്യം. 12 സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും 50 ഓവർ ക്രിക്കറ്റിൽ താരം സ്വന്തമാക്കിയിട്ടുണ്ട്. 28 വിക്കറ്റുകളും ഏകദിനത്തിൽ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. 2015ലും 2023ലും ഏകദിന ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു ഈ 35-കാരൻ. 2015ലും 2021ലും ഓസ്ട്രേലിയയുടെ മികച്ച പുരുഷ ഏകദിന താരമായി സ്മിത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. 2015ൽ ICCയുടെ മികച്ച പുരുഷ ഏകദിന ടീമിലും സ്മിത്ത് ഇടം നേടി. 2015ൽ ഓസ്ട്രേലിയൻ ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായി അരങ്ങേറിയ സ്റ്റീവ് സ്മിത്ത് 64 മത്സരങ്ങളിലാണ് ടീമിനെ നയിച്ചത്. ഇതിൽ 32 കളികളിൽ ഓസ്ട്രേലിയ വിജയിച്ചപ്പോൾ 28 കളികളിൽ പരാജയം നേരിട്ടു. 4 കളികളിൽ ഫലമുണ്ടായില്ല. സ്ഥിരം നായകനായ പാറ്റ് കമ്മിൻസ് പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിൽ 2025ലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ സ്മിത്തിനെ തേടി വീണ്ടും ക്യാപ്റ്റൻസി എത്തി. ഏകദിനത്തിൽ അവസാനം കളിച്ച ടൂർണമെന്റിൽ ടീമിനെ സെമി ഫൈനലിൽ എത്തിച്ചതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം കരിയറിലെ സുപ്രധാന തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം ഇതൊരു മികച്ച യാത്രയായിരുന്നുവെന്നും അതിലെ ഓരോ നിമിഷവും താൻ ആസ്വദിച്ചുവെന്നും സ്മിത്ത് പറഞ്ഞു. അതിശയകരമായ നിരവധി സമയങ്ങളും അത്ഭുതകരമായ ഓർമ്മകളും ഉണ്ടായിട്ടുണ്ട്. 2 ലോകകപ്പുകൾ നേടിയത് ഒരു മികച്ച ഹൈലൈറ്റ് ആയിരുന്നു. ഒപ്പം യാത്ര പങ്കിട്ട നിരവധി മികച്ച ടീം അംഗങ്ങളും. ഈ വർഷം ജൂണിൽ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഫൈനലിനെ പ്രാധാന്യത്തോടെ കാണുന്നുവെന്നും സ്മിത്ത് പറഞ്ഞു. 2027ലെ ലോകകപ്പിനായി തയ്യാറെടുക്കാൻ ആളുകൾക്ക് ഇപ്പോൾ ഒരു മികച്ച അവസരമാണ്. അതിനാൽ വഴിമാറാൻ ഇതാണ് ശരിയായ സമയമെന്ന് തോന്നുന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് ഇപ്പോഴും ഒരു മുൻഗണനയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനും ശൈത്യകാലത്ത് വെസ്റ്റ് ഇൻഡീസിനും തുടർന്ന് സ്വന്തം നാട്ടിൽ ഇംഗ്ലണ്ടിനുമെതിരെയും ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ വേദിയിൽ എനിക്ക് ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുവെന്നും സ്മിത്ത് പറഞ്ഞു.